ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ആനന്ദ് എന്ന നടൻ. ഈ ആനന്ദ് എന്ന നടൻ 1987 മുതൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹം 87-88 കാലഘട്ടത്തിൽ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ഞാൻ അന്ന് കണ്ട സത്യ എന്ന ചിത്രം. ഈ സത്യ എന്ന ചിത്രത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ഒരു ഇൻഡിപെൻഡൻറ്റ് റോളിൽ, അതായത് ഒരു ഫേമസ് സംവിധായകൻ്റെ കീഴിൽ ഉള്ള ഒരു സംവിധാനത്തിൽ അദ്ദേഹം അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത തിരുടാ തിരുടാ എന്ന ചിത്രം. 1993 റിലീസായ തിരുടാ തിരുടാ എന്ന ചിത്രം. ആ ചിത്രത്തിൽ മണിരത്നം സംവിധായകനും ഇദ്ദേഹം ആനന്ദും പ്രശാന്തുമാണ് അതിലെ നായകന്മാർ. 2 നായകന്മാരുണ്ടായിരുന്നു ആ ചിത്രത്തിൽ. ആ ചിത്രത്തിലൂടെയാണ് ഈ ആനന്ദ് എന്ന നടനെ മുഴുവനായി, അതായത് ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുന്ന ഒരു നടനായി ഞാൻ കാണുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത ചിത്രങ്ങൾ പറയാൻ പറഞ്ഞാൽ ഈ തിരുടാ തിരുടാ ആയിരിക്കും ഞാൻ ആദ്യം പറയുക. 2011 അഭിനയിച്ച ഒരു ചിത്രമാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രം. ആ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രം ഒരു മൾട്ടി സ്റ്റാറർ ചിത്രമായതുകൊണ്ട് തന്നെ ആ ചിത്രത്തിൽ സുരേഷ് ഗോപി, മോഹൻലാൽ, ദിലീപ്, ശരത് കുമാർ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് 2 പേര് സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നു. മോഹൻലാലിനെ കാണിക്കുമ്പോഴെല്ലാം ഈ 2 അസിസ്റ്റൻസും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഈ ആനന്ദ്, അതിൽ മറ്റൊരാളായിരുന്നു നിയാസ്. ഈ ആനന്ദ് എന്ന് പറഞ്ഞ നടനെയും ഈ നിയാസ് എന്ന് പറഞ്ഞ നടനെയും 2 പേരെയും ഞാൻ അടുത്ത് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അവരുടെ സംസാരത്തിലോ അല്ലെങ്കിൽ അവരുടെ നമ്മുടെ അടുത്തുള്ള സമീപനത്തിലോ ഒരു നടനാണ് എന്നുള്ള അഹങ്കാരമോ അഹന്തയോ ഒന്നുമില്ലാത്ത 2 പേരാണ്. വളരെ കാം ആൻഡ് കൂളായിട്ടുള്ള 2 പേര്. പക്ഷേ അദ്ദേഹം ഇതിൽ ആനന്ദ് എന്ന് പറഞ്ഞ നടൻ ഇപ്പോൾ ഈ ഇടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ ഈ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചതിൽ അങ്ങനെ പുറകെ നടക്കുന്ന റോളിൽ അഭിനയിച്ചതിൽ കുറ്റബോധമുണ്ട് എന്ന്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഫാഷനായിരിക്കുകയാണ്. നമ്മൾ ചെന്ന് ഓരോ റോളുകൾ ചെയ്യുക, അതായത് നടന്മാർ ചെന്ന് ഓരോ റോളുകൾ ചെയ്യുന്നു, അവർ സംവിധായകൻ പറയുന്ന പോലെ കേൾക്കുന്നു, എല്ലാം കഴിഞ്ഞ് വന്ന ശേഷം ഒന്നീ സംവിധായകനെ കുറ്റം പറയുക, ഇല്ലാത്ത പക്ഷം കഥ എഴുതിയ ആളിനെ കുറ്റം പറയുക, ഇല്ലെങ്കിൽ നിർമ്മാതാവിനെ കുറ്റം. ഇതൊരു ഫാഷനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ജോജു ജോർജിൻ്റെ ആ ഒരു പരാമർശം ചുരുളി സിനിമയ്ക്കകത്ത് ഈ തെറി ഡയലോഗുകൾ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ വാഗ്വാദങ്ങളിലൊക്കെ കേട്ടതും ഒക്കെയാണല്ലോ. അദ്ദേഹം പറയുന്നത് ആ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ പുറകെ നടക്കുന്ന റോൾ ചെയ്തതിൽ അദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നു എന്ന്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നിന്ന് വേണ്ട രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം അദ്ദേഹത്തിനുണ്ടായില്ല എന്ന്. സാമ്പത്തിക നേട്ടം അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യമാണ്. പക്ഷേ ഈ മോഹൻലാലിനെ പോലെ ഒരു അതുല്യ നടൻ അല്ലെങ്കിൽ ഒരു മഹാനടൻ്റെ പുറകെ നടക്കുന്ന റോൾ ചെയ്തതിൽ എന്തിനാണ് റിഗ്രറ്റ്, എന്തിനാണ് കുറ്റബോധം? ഞാൻ ആ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഒന്നല്ല ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കാര്യം അതിൽ നമുക്കിഷ്ടമുള്ള നടന്മാരെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ്. അപ്പോൾ ആ സിനിമ വീണ്ടും വീണ്ടും നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹത്തെ കാണുകയും മറ്റുള്ള നടന്മാരുടെ പെർഫോമൻസും ഇദ്ദേഹത്തിൻ്റെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു, ഒന്നും അതിൽ ഇഷ്ടപ്പെടാതില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ലാലേട്ടൻ്റെ പുറകെ നടക്കുന്ന റോൾ ചെയ്തതിൽ കുറ്റബോധം. പറഞ്ഞോട്ടെ, ഇതിന് മുമ്പ് നമ്മൾ സിനിമ കാണുന്ന ആളുകളാണ്. CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രം, ആ ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടനെ പോലെ തന്നെ മറ്റൊരു മഹാനടനാണ് മമ്മൂട്ടിയുടെ പുറകെ നടക്കുന്ന റോൾ ചെയ്തത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. സുരേഷ് ഗോപിയും ജഗദീഷ് ശ്രീകുമാർ. ഈ 2 പേരും മമ്മൂട്ടിയുടെ പുറകെ നടന്നു എന്ന് പറഞ്ഞ് അതിൽ ആ CBI ഡയറിക്കുറിപ്പിൽ CBI മമ്മൂട്ടി മുന്നേ പോകുമ്പോൾ നമ്മൾ പുറകെ അസിസ്റ്റൻസായിട്ട് 2 പേര് പുറകെ നടക്കുന്നു. അതിൽ നടക്കുന്നത് ഒരു വലിയ നടനാണ് ജഗദീഷ് ശ്രീകുമാർ, അതുപോലെ ഒരു നടനാണ് സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുരേഷ് ഗോപി. ഇവർക്ക് പറഞ്ഞൂടെ അന്ന് അങ്ങനെ ഒരു റോൾ ചെയ്തതിൽ ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് എന്ന്. അപ്പോൾ ഇത് ചെന്ന് റോള് ചെയ്യാൻ എനിക്കൊരു സംശയം, റോള് ചെയ്യാൻ ഈ നടനെ പിടിച്ചു കൊണ്ടുവന്ന് ഇന്ന റോളിൽ അഭിനയിക്കണം എന്ന് പറയുകയാണോ ചെയ്യുന്നത്? കാര്യം ഞാനൊരു സിനിമാക്കാരനല്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ലാലേട്ടൻ്റെ പുറകെ നടക്കുന്ന റോള് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇദ്ദേഹം എന്തിനു പോയി ആ റോള് ചെയ്തു? ലാലേട്ടനെ പോലെ ഒരു നടൻ്റെ കൂടെ അഭിനയിക്കാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ സാധാരണ ഈ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശ്രീനാഥ് ബാസി എത്രയോ നാളെ അദ്ദേഹം കാത്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ കൂടെ ഒരു റോൾ അഭിനയിക്കാൻ, ഒരു കൂടെ അഭിനയിക്കാനായിട്ട്. അപ്പോൾ ഈ ആനന്ദിന് മാത്രം എന്താണ് ഇങ്ങനെ ഒരു കുറ്റബോധം പെട്ടെന്ന് തോന്നാനുള്ള കാരണം? ലാലേട്ടനെ പോലെ ഒരു മഹാനടൻ്റെ കൂടെ അഭിനയിക്കാൻ ചെറിയ ഒരു റോളിലാണെങ്കിൽ പോലും അഭിനയിക്കാൻ ഇവിടെ 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചതിൽ കുറ്റബോധത്തിന് എന്ത് സ്ഥാനമാണ് ഇദ്ദേഹത്തിൻ്റെ കുറ്റബോധത്തിനുള്ളത്? മലയാളത്തിലല്ല, ലോക സിനിമയിലെ തന്നെ
മികച്ച നടന്മാരിൽ ഒരാളാണ് നമ്മുടെ ലാലേട്ടൻ. ആ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒരു റോള്, കൂടെ പുറകെ നടക്കുന്ന ഒരു റോൾ അഭിനയിച്ച ഈ ആനന്ദിന് ഈ കുറ്റബോധം തോന്നാൻ എന്താണ് അതിനും വേണ്ടി ആ സിനിമയിൽ അദ്ദേഹത്തിന് കിട്ടിയ റോള്? തുടക്കം മുതൽ ഒടുക്കം വരെയും ലാലേട്ടൻ്റെ കൂടെ നടക്കുന്ന ഒരു റോളാണ്. അങ്ങനെ ഒരു റോള് ചെയ്യാൻ കൊതിക്കുന്നവരാണ് ഈ സിനിമാ ഫീൽഡിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ലാലേട്ടനെ പോലെ ഒരു മഹാനടൻ്റെ കൂടെ അഭിനയിക്കുക എന്നതൊരു ഭാഗ്യമാണ്. അല്ലാതെ ആ കൂടെ അഭിനയിച്ച ശേഷം പിന്നെ അതൊരു കുറ്റബോധമായി കാണുന്ന ഒരു നടനായതുകൊണ്ടാവണം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഇപ്പോൾ ചിത്രങ്ങളിലൊന്നും അവസരങ്ങൾ കിട്ടാത്തതും, പഴയ മണിരത്നം ചിത്രത്തിലൂടെ വന്ന് പേരെടുത്ത ഒരു മനുഷ്യനായിട്ട് കൂടി അദ്ദേഹത്തിന് വെള്ളി വെളിച്ചത്തിൽ കൂടുതൽ കടന്നു വരാൻ കഴിയാത്തതും ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ. എന്തായാലും ഈ കുറ്റബോധത്തിന് ഒരു സ്ഥാനവുമില്ല.